സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്ന ഒരു പ്രേത അനുഭവ കഥയാണ്. കാര്യം ഒരുപാട് പേര് കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ഞാൻ എല്ലാ വീഡിയോയിലും ഇത് പറയാറുമുണ്ട്. പ്രേതാനുഭവങ്ങൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അതുവഴി ഒരുപാട് പേർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അതിനെ പ്രതിരോധിക്കാനോ ഒക്കെ സാധിക്കുന്നുണ്ട്. പ്രേതമെന്ന് പറഞ്ഞാൽ അത് പലരും വീഡിയോ എടുത്ത് നമ്മളെ പേടിപ്പിക്കുന്നുണ്ട്. അതുപോലെ സീരിയൽ, സിനിമ, കഥകൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ പേടിക്കുന്ന ഒരു വിഷയമാണ് ഈ പ്രേതം എന്ന് പറഞ്ഞാൽ. ഈ ഞാൻ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ അന്വേഷിച്ചിട്ട് ഒരുപാട് പേര്, സിനിമാക്കാരും സീരിയലുകാരൊക്കെ എൻ്റെ ഒരുപാട് കണ്ടൻറ്റ് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, കുറേയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും അതൊരു മറ്റുള്ളവർ പേടിക്കാനായിട്ടൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ്. എല്ലാവരും പേടിപ്പിച്ചോട്ടെ. അപ്പോൾ ഞാനിത് പേടിപ്പിക്കാനല്ല ഞാനിപ്പോൾ ഇത് ശ്രമിക്കുന്നത്. കാരണം ഇത് നമ്മുടെ ചുറ്റിനും ഉണ്ടെന്നുള്ളൊരു മനസ്സിലാക്കുക. ഞാനിപ്പോൾ താണ്ടെ എൻ്റെ സ്റ്റുഡിയോയിലിരിക്കുമ്പോൾ എനിക്ക് ചുറ്റിനും ഇതുപോലുള്ള ആത്മാക്കൾ, പ്രേതാത്മാക്കൾ ഉണ്ടായിരിക്കും. അതായത് മനുഷ്യനുണ്ടെങ്കിൽ, അന്തരീക്ഷമുണ്ടെങ്കിൽ അന്തരീക്ഷത്തിൽ പ്രേതാത്മാക്കളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എപ്പോഴും നമ്മളിതിനെ പ്രതീക്ഷിക്കണം. എപ്പോഴാണ് നമ്മളിലേക്ക് വരുന്നത്, എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ പ്രേതാനുഭവങ്ങളെന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത, ഒരിക്കലും മനസ്സിലാകാത്ത ഒരു കേസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇതായിരിക്കും ഇനി, അല്ലെങ്കിൽ ഇതിന് സമാനമായിട്ടുള്ളതായിരിക്കും അടുത്തത് എന്ന് ചിന്തിക്കും. ഒരിക്കലും ഇല്ല. നമ്മളെ പറ്റിക്കാനോ നമ്മളെ വഴി തെറ്റിച്ചുകൊണ്ട്, നമ്മളെ അറിവിനെ പോലും തെറ്റിച്ചുകൊണ്ട് നമ്മളെ മറ്റൊരു ഒന്നുമല്ലാത്തൊരു വഴിയിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഇതിന് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് അങ്ങനെയുള്ളൊരു സംഭവ കഥ ഞാൻ പറയാം. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൻ്റെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. പ്രേതാനുഭവങ്ങൾ. അപ്പോൾ ഈ പ്രേതാനുഭവങ്ങൾ നമ്മൾ ഇപ്പോൾ കാണുന്നവർക്ക് അറിയാം ഇത് പ്രേതം പിടിച്ചതാണെന്നും. എന്നാലും സമാനമായ ചില കേസുകൾ വരുമ്പോൾ മാനസിക പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ വഴി ഈ പ്രേതങ്ങൾ കാണിക്കുന്ന ഇതേ ചേഷ്ടകളും കാര്യങ്ങളും ഒക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ മിക്ക ആൾക്കാരും അത് പ്രേതമാണെന്ന് വിചാരിക്കും. പക്ഷേ ചോദിച്ച് മനസ്സിലാക്കി വരുമ്പോൾ അതൊന്നും പ്രേതമല്ലായിരിക്കില്ല, അത് ചില മാനസിക പ്രശ്നങ്ങളൊക്കെ കാണാം. പക്ഷേ രണ്ടിൻ്റെയും ലക്ഷണങ്ങളൊന്നാണ്. അതായത് ഭ്രാന്തമായി നമുക്ക് ഡിപ്രഷൻ ഉണ്ടായി നമ്മൾ കാണിക്കുന്നതും, അതുപോലെ യഥാർത്ഥത്തിൽ പ്രേതം പിടിച്ചാൽ കാണിക്കുന്നതൊക്കെ ലക്ഷണങ്ങളൊന്നാണ്. നമുക്ക് വിചാരിക്കും, ചിലവർ വിചാരിക്കും അത് പ്രേതം പിടിച്ചാണെന്ന്. ആയിരിക്കില്ല, രോഗങ്ങളായിരിക്കും. എന്നാൽ രോഗം വന്ന ചില ആൾക്കാർ പ്രേതം പിടിച്ചെന്ന് പറഞ്ഞ് ഞങ്ങളടുത്ത് കൊണ്ടുവരാറൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് മനുഷ്യനെ കുഴയ്ക്കുന്ന ഒരു വിഷയമാണ് ഈ പ്രേതം. അതുപോലെ തന്നെ ഒഴിപ്പിക്കാൻ പോകുന്ന ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് വെച്ചാൽ, ഞാനല്ല എൻ്റെ പോലെ ഒരുപാട് പേരുണ്ട് കേട്ടോ, ഒക്കെ നമ്മളൊക്കെ നേരിടുന്ന ഒരു പ്രശ്നം, നമ്മൾ പോയി ഒരു പ്രേതം, അപ്പോൾ വീട്ടുകാർ പറയും ഇന്ന ആളാണ്, മരിച്ചു നിൽക്കുന്ന ഇന്ന ആളാണ്, അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, ആ പ്രേതം പലരെയും പിടിച്ചു, അതാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ പിടിച്ചിരിക്കുന്നതൊക്കെ പറയും. അപ്പം നമ്മൾ അതിൻ്റെ പുറകെ പോകും. എന്നാൽ ഇതൊന്നും ആയിരിക്കില്ല. എന്നിട്ട് നമുക്ക് തെളിയിച്ച് തരികയില്ല. നമ്മൾ അവസാനം ചെന്ന് വല്ലാത്തൊരു കുഴിയിൽ ചാടിപ്പോവും. കാര്യം യഥാർത്ഥത്തിലുള്ളത് മാറി നിൽക്കുകയും നമ്മൾ അവിടെ സംഭവിച്ചിട്ടുള്ള മറ്റേതെങ്കിലും കേസ് ആണ് എന്ന് വിചാരിച്ച് അതിന് തക്കതായിട്ടുള്ള തെളിവൊക്കെ നമുക്ക് തരും. അതിൻ്റെ പുറകെ നമ്മൾ പോകും. അപ്പോൾ യഥാർത്ഥത്തിലുള്ളതിനെ ഒരിക്കലും ഒഴിപ്പിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ളൊരു കേസിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഒരു പുതിയൊരു വീട്ടിലേക്ക് ഒരു വീട്ടുകാർ താമസത്തിന് വരികയാണ്. പുതിയ വീടെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് പഴക്കമുണ്ട്. അപ്പോൾ അതിൻ്റെ ആൾക്കാരൊക്കെ വിറ്റു, ഒന്ന് രണ്ട് കൈമാറിയൊക്കെ ആണ് ഇവരുടെ അടുത്ത് കിട്ടിയത്. ഇപ്പോൾ ഇവർക്ക് കുറച്ച് നല്ലൊരു സ്ഥലം വേണമെന്നുള്ള, സ്ഥലമൊക്കെ നല്ല സ്ഥലമാണ്, കുറച്ച് ഒഴിഞ്ഞ പ്രദേശവും നല്ല ശുദ്ധവായു കിട്ടുന്നതും വെള്ളത്തിൻ്റെ ലഭ്യതയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ്. അങ്ങനെ അവർ അവിടെ താമസമാക്കി. ആ കുട്ടികളുടെ പഠനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ കുറച്ച് അവർ താമസിക്കുന്ന വളരെ കുഗ്രാമത്തിലേക്കാണ്. അവിടെ നിന്ന് കുറച്ചവരെ ഇങ്ങോട്ട് മാറി വന്നത് അതുകൊണ്ടാണ്. അവിടെ ഒന്ന് താമസമൊക്കെ ആക്കി. 2 ആൺകുട്ടികൾ, അതിലൊരാൾ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ് ജോലിക്കായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, മുതിർന്ന ഒരാളെ. അപ്പോൾ അവരെന്നും PSC പരീക്ഷയും കാര്യങ്ങളും ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. ജോലി കിട്ടും ഉറപ്പാണ്, നല്ല പഠനവും അതുപോലെ നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവന് പ്രത്യേകിച്ചൊരു മുറിയുണ്ട്. ആ മുറിയിൽ അവൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ വരും, എഴുത്തും കാര്യങ്ങളും അവൻ്റെ ജോലിയുടെ ഇതൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. നല്ല പഠിക്കുന്ന ആത്മാർത്ഥമുള്ള, വേറെ ഒരു മോശം ദുസ്വഭാവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് മദ്യപാനമോ ലഹരിയോ സിഗരറ്റ്, ബീഡി, അതേ പുകവലികൾ ഒന്നുമില്ലാത്ത വളരെ നല്ല ചെറുപ്പക്കാരനാണ്. ഇളയാൾ പഠിക്കുന്നു, അയാൾ കോളേജിൽ എന്തോ പഠിക്കുകയാണ്. വീട്ടിൽ താമസമാക്കി ഒരു വർഷത്തോളമെങ്കിലൊക്കെ ആവുമെന്ന് തോന്നുന്നു. അതിന് ശേഷം യവനിൽ ചില പ്രകടമായ മാറ്റങ്ങൾ, കാര്യം അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അല്ലാത്ത വിധത്തിലേക്ക് മാറിപ്പോയി. അതിൻ്റെ തുടക്കമെന്ന് പറഞ്ഞാൽ യവൻ തന്നെ പറയുന്നുണ്ട്, യവൻ്റെ മുറിയിൽ അവന് ചെന്ന് കയറുമ്പോൾ
ആ മുറിയിൽ ആരോ യവനെ കാത്തു നിൽക്കുന്നു. കാത്തു നിന്നിട്ട് യവൻ കട്ടിലിരിക്കുമ്പോൾ ഇവൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. ഇവൻ കട്ടിലിൽ കിടക്കുമ്പോൾ ഇവനോടൊപ്പം കിടന്നുറങ്ങുന്നു. ആഹാരം എന്ന് വെച്ചാൽ ഊണും മേശപ്പുറത്ത് നിന്നാണ് കഴിക്കുന്നത്. ചിലപ്പോൾ ചായയോ സ്നാക്സോ എന്തെങ്കിലുമൊക്കെ അവൻ്റെ മുറിയിൽ കൊണ്ട് കൊടുത്ത് അത് കഴിക്കുകയാണെങ്കിൽ അത് വന്ന് ചോദിക്കും അവൻ്റെ അടുത്ത്. ഇവൻ ഇടുന്ന നല്ല വസ്ത്രങ്ങൾ, നല്ല ഷൂ, അതുപോലെയൊക്കെ ചോദിക്കും. ഏത് ജോലിക്ക് അവൻ അപേക്ഷ എഴുതിക്കൊണ്ടിരുന്നാലോ പഠിച്ചാലോ ഇവനൊന്ന് ശല്യപ്പെടുത്തും. അത് നിനക്ക് ജോലിയൊന്നും വേണ്ട, നീ ഇതിനൊന്നും പോകരുത്, നീ എപ്പോഴും ഇവിടെ തന്നെ ഇരിക്കണം, ഈ മുറിയിൽ തന്നെ നീ ഇരിക്കണം, ഈ മുറിയിൽ ഞാൻ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ട്, ഈ മുറിയിൽ വരുമ്പോഴാണ് എനിക്ക് നിന്നോടൊപ്പം കൂടാൻ പറ്റുന്നത് എന്ന് ആരോ എന്നവൻ്റെ അടുത്ത് പറയുന്നതായിട്ട് ഇവ ആദ്യമൊന്നും കണക്കാക്കില്ല. ഇത്ര അനുഭവങ്ങളുണ്ടായപ്പോൾ പിന്നീട് ഇവൻ അതങ്ങോട്ട് മനസ്സിലായി. ഇവന് മാനസികമായിട്ട് വലിയൊരു ഒരു മൂകതയിലേക്ക് പോകുന്നു. അവനൊന്നും പിന്നെ അങ്ങോട്ട് നന്നായി പഠിക്കാൻ പറ്റുന്നില്ല, പരീക്ഷകൾ ഇൻ്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം ഇയാളെപ്പോഴും അവനെങ്ങനെ പിന്തുടരുന്നു വെച്ചാൽ ഈ മുറിക്കകത്ത് മാത്രമേ ഉള്ളൂ. പുറത്തിറങ്ങിയാൽ വീടിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്ത് പോയാലൊന്നും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അവനിത് പ്രശ്നമായി അവൻ വീട്ടുകാരോട് പറഞ്ഞപ്പോഴത്തേക്ക് അടുത്ത അനിയൻ താമസിച്ചിരുന്ന മുറി അതവന് കൊടുത്തു. ഈ മുറിയിൽ മാത്രമല്ലേ ഉള്ളൂ, വേറെ അടുത്തില്ല. പക്ഷേ ഇവ ആ മുറിയിൽ പോയപ്പോൾ ആ മുറിയിലും ഈ സാധനം അവിടെ വന്നിട്ട് ആദ്യം ഇവനോട് കരഞ്ഞപേക്ഷിക്കുകയാണ്. പിന്നീട് ഒരു അധികാര സ്വരത്തിൽ, അത് കഴിഞ്ഞപ്പോൾ ഇവനെ ഭയപ്പെടുത്തുന്ന വിധത്തിലായി കഴിഞ്ഞപ്പോൾ ഇവൻ്റെ സ്വഭാവം നഷ്ടപ്പെട്ടു. പിന്നീട് ഇവൻ തന്നെ ആ ആളായി മാറുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഒരു പുരുഷനാണ്, ഒരു ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇവൻ ജോലി നേടണ്ട, ഇവൻ പഠിക്കണ്ട, എപ്പോഴും ഈ മുറിയിൽ അവന് സാന്നിധ്യം അവന് ശക്തമായി വരാൻ സാധിക്കും. അതുകൊണ്ട് നീ ഇവിടെ ഇരിക്കണം, നിന്നോടൊപ്പം എനിക്കിരിക്കണം, ആഹാരം കഴിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു നല്ലൊരു സുഹൃത്തിനെ പോലെ ഇങ്ങനെ പെരുമാറുന്നു. പിന്നീട് ഞാൻ പറഞ്ഞില്ല, അവസാനമായപ്പോഴത്തേക്ക് ഇവൻ്റെ ശരീരത്തിൽ ഇത് വന്നിട്ട് പലവിധ ബുദ്ധിമുട്ടുള്ളവൻ്റെ പുസ്തകങ്ങൾ വലിച്ചെറിയുന്നു. ഇവൻ പിന്നെ പഠിക്കുന്നില്ല, പരീക്ഷ എഴുതുന്നില്ല, എപ്പോഴും മൂകനായിരിക്കുന്നു. താടി വളർത്താത്തവനാണ്, അവൻ താടിയൊക്കെ വളർത്തി, കുളിയൊന്നുമില്ല, ഒരു പ്രാകൃത രൂപമായിട്ട് വന്നു. അതായത് അവൻ്റെ ഭാവി തന്നെ തീർത്തും നശിച്ചു എന്ന് തന്നെ പറയാം, ഘട്ടത്തിലേക്ക് എത്തി. അപ്പോഴത്തേക്കാണ് ഡോക്ടറിൻ്റെ അടുത്തൊക്കെ അവർ കൊണ്ടുപോയി എന്തെങ്കിലും ഈ അധികമായിട്ടിരുന്ന് പഠിച്ച് ആണ് ഞാൻ തുടക്കം പറഞ്ഞത്, നല്ല പഠിക്കുകയും ജോലിക്കായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നൊരു യുവാവാണ്, ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഇവൻ അങ്ങനെ അതിൻ്റെ പേരിൽ ഇവൻ എന്തെങ്കിലും വന്നു പോയതാണോ എന്നറിയാൻ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ നന്നായി തന്നെ പരിശോധിച്ചു. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഒരു രോഗാവസ്ഥ അവനിൽ കാണുന്നില്ല. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇത് മറ്റെന്തെങ്കിലും വിധത്തിലുള്ള എന്തെങ്കിലും ആകാനൊരു സാധ്യതയുണ്ട്, നിങ്ങളുടെ മതാചാരപ്രകാരം ആചാര്യന്മാരെ കാണിച്ചിട്ട് എന്തെങ്കിലും പരിഹാര മാർഗ്ഗങ്ങൾ ചെയ്യണം, ഇത് മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല, മരുന്ന് കൊണ്ട് മാറ്റാനായിട്ട് രോഗാവസ്ഥയൊന്നും കാണുന്നില്ല. അപ്പം നല്ല ഡോക്ടറായിരിക്കാം, കാര്യം വന്നതിൻ്റെ പേരിൽ ഉറക്ക ഗുളികയോ മറ്റൊന്നും കൊടുത്തില്ല. അദ്ദേഹം ഇത് തീർത്തും പറഞ്ഞു അവരോട് എവിടെയെങ്കിലും പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവർ ഇതിൻ്റെ അന്വേഷണമായിട്ട് പോയി. അപ്പോഴത്തേക്കാണ് ഈ അടുത്തൊക്കെ ഉള്ളവർ കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ 4-5 വീടിന് അപ്പുറത്ത് അവർ ആ വീട്ടുകാരെന്ന് പറയുമ്പോൾ ഇപ്പോൾ വളരെ കുടുംബപരമായിട്ട്, അതായത് തലമുറകളായിട്ട് അവിടെ താമസിക്കുന്നവരാണ്. ബാക്കിയൊക്കെ ഉള്ളവരൊക്കെ ഈ വീട് വെച്ചും സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചും ഒക്കെ വന്ന് താമസിക്കുന്നവർ. ആ കുടുംബക്കാർ വളരെ പണ്ട് തൊട്ട് അവിടെ താമസിക്കുന്നവരാണ്. അവരുമൊക്കെ അറിഞ്ഞപ്പോൾ അവിടെ ഒരു പ്രായമുള്ള ഒരാളുണ്ടായിരുന്നു. അയാൾ ഈ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഈ വീട്ടിൽ അപ്പോൾ ഇവർ താമസത്തിന് വാങ്ങിച്ച വീട് കുറച്ച് പഴക്കമുള്ളതാണ്, വലിയ പുതുമയൊന്നും ഉള്ള അല്ലെങ്കിൽ കുറച്ച് പഴക്കമുണ്ട്, നല്ല വീട്. അപ്പോൾ ആ വീട്ടിൽ ഇപ്പോൾ ഈ ചെറുപ്പക്കാരൻ ആദ്യം താമസിച്ചിരുന്ന മുറിയിൽ അവിടെ താമസിച്ചിരുന്ന ഒരു ഇതേ പ്രായം വരുന്ന ചെറുപ്പക്കാരൻ തൂങ്ങി മരിച്ചിട്ടുണ്ട്. പിന്നീട് വന്നവർക്കെല്ലാം ആ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് അവരെല്ലാവരും വീട് വാങ്ങിക്കും, 2-3 വർഷം അവർ കളഞ്ഞിട്ട് പോകും, അവർക്ക് താമസിക്കും. അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ട്. അപ്പം ഈ പ്രായമുള്ള ആൾ തന്നെ പറഞ്ഞു, നിങ്ങളങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല, ഇത് പരിഹരിക്കാം, നല്ല ആൾക്കാരെ കൊണ്ടുവന്ന് ഇത് പരിഹരിച്ച് മാറ്റിയാൽ മതി, ഇത് പോകാത്തതൊന്നുമല്ല, അങ്ങനെ ചെയ്യാം. കാര്യം ഈ മുറിയിൽ മാത്രമേ ഉള്ളൂ, ആ വീട്ടിൽ താമസിക്കുന്നവർക്കും ചെറുതായിട്ടൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട് മുൻപും, പക്ഷേ പരിസരവാസികൾക്കൊന്നും ഒരു കുഴപ്പമില്ല. അതങ്ങനെ ആ വീട്ടിലും ആ മുറിക്കും അനുഭവപ്പെടാൻ കാര്യം ഈ മുറിയിലാണ് ഈ പണ്ട് ആ ചെറുപ്പക്കാരൻ തൂങ്ങി മരിച്ചത്. ആ ആത്മാവാണ് ഇവിടെ നിൽക്കുന്നത്. മുൻപും പല വിധത്തിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അവരൊക്കെ കുറെ കഴിഞ്ഞു ഇട്ടെറിഞ്ഞ് പൊക്കളഞ്ഞു. അങ്ങനെ ഇവർ ജ്യോത്സ്യന്മാരെയും പോറ്റിമാരെയൊക്കെ കൊണ്ടുവന്നു. അപ്പം വന്നവർക്കൊന്നും ഇത് കണ്ടുപിടിക്കേണ്ടുന്ന കാര്യമല്ല, കാര്യം ഇങ്ങനൊരു ആത്മാവ് ഇവിടെ നിൽക്കുകയാണല്ലോ, ആ ആത്മാവിനെയാണ് മാറ്റേണ്ടത്. അങ്ങനെ പല വിധത്തിലും പലരും ഒരുപാട് ശ്രമിച്ചു.
ഒരു വിധത്തിലും ഈ സാധനം ഇവന് വിട്ടു പോകുന്നില്ല. നല്ല രീതിയിലുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ തന്നെ പലരും അവിടെ നടത്തി. ഒരിക്കലും മാറാത്തൊരവസ്ഥ വന്നപ്പോഴത്തേക്കാണ്, ഞാൻ മുമ്പ് പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്, ഒരു സ്വാമി, എനിക്ക് ബന്ധമുള്ളൊരു സ്വാമി ഉണ്ടായിരുന്നു. ആ സ്വാമിയുടെ അടുത്ത് ഈ കേസ് വരികയും ഈ സ്വാമി എൻ്റെ അടുത്ത് വന്ന് കാര്യം പറയുകയാണ്, ഇങ്ങനെയാണ്, അവിടെ ഒരു പ്രേതമുണ്ട്, അവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ആ മുറിയിൽ വെച്ചിട്ടാണ് അവൻ തൂങ്ങി മരിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ ആ മുറിയിൽ ഇരിക്കുമ്പോഴാണ് ഈ ചെറുപ്പക്കാരന് കൂടുതലും ആ വീടിനുള്ളിലൊക്കെ കൂടുതൽ ഈ ആത്മാവിൻ്റെ ഈ തൂങ്ങി മരിച്ച ഈ ചെറുപ്പക്കാരൻ്റെ പ്രേതത്തിൻ്റെ ഇത് കാണുന്നുണ്ട്. പലരും വിചാരിച്ചിട്ട് നടന്നില്ല. നമുക്കൊന്ന് പോയി അത് ഒന്ന് പരീക്ഷിച്ച് എങ്ങനെയെങ്കിലും അത് വിജയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം എന്നെ കൊണ്ട് അവിടെ പോയി. അപ്പം ഞാനും ചെല്ലുമ്പോൾ സംഭവം ഇതാണല്ലോ, ആ മുറിയിൽ തൂങ്ങി മരിച്ചിട്ടുള്ള ഒരു പ്രേതത്തിൻ്റെ ആത്മാവ് നിൽക്കുന്നു, ഒരു ചെറുപ്പക്കാരൻ്റെ ആത്മാവ് നിൽക്കുന്നു. ആ ആത്മാവാണ് ഈ ശരീരത്തിലേക്ക് കയറിയിരിക്കുന്നത്, ഇതിനെ ഒഴിപ്പിക്കണം. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞാനും സ്വാമിയായിട്ട് സംസാരിക്കുന്നത്, എന്താണ് ഇത്രയും ആൾക്കാർ വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ വന്നവരുടെ പേരൊക്കെ അവർ പറഞ്ഞ്, സ്വാമി എന്നോട് പറഞ്ഞപ്പോൾ ഇതെല്ലാം പ്രഗത്ഭന്മാരാണ്, നമ്മളെക്കാട്ടൊക്കെ കഴിവുള്ളവരാണ്. പക്ഷെ അവരൊന്നും വിചാരിച്ചിട്ടിത് നടന്നില്ല. അപ്പോഴേ അറിയുന്നത് മിക്കതും കുറച്ച് പേരൊക്കെ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്, ബാക്കിയുള്ളവരെല്ലാം അവരുടെ മഠത്തിലും അവരുടെ ഈ മാറ്റുന്ന കുറേ ആസ്ഥാനങ്ങൾ അവിടെയൊക്കെ വെച്ചിട്ടാണ് ചെയ്തു നോക്കിയത്. ആരും ഇവിടെ വന്നില്ല. അങ്ങനെ പല കാര്യങ്ങളും ഞാൻ അന്വേഷിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്ക് തന്നെ ഒരു സംശയമായിപ്പോയി, ഇനി ഇത് നമ്മൾ പോയിട്ടും കാര്യമൊന്നുമില്ല, കാര്യം ആരും വിചാരിച്ചിട്ട് മാറ്റാൻ പറ്റുന്നത്. അപ്പോൾ പിന്നെ ഇതെന്തായിരിക്കും, പുതിയ എന്തെങ്കിലും ഒരു രീതി ആയിരിക്കാം, നമ്മൾ ഇന്നുവരെ മനസ്സിലാക്കാത്തതായിരിക്കാം. അപ്പോൾ സ്വാമി പറഞ്ഞ് നമുക്ക് എന്തായാലും നമുക്കൂടെ ഒന്ന് പോവാം, എന്തെങ്കിലും ചിലപ്പോൾ സംഭവിച്ചാലോ എന്ന് പറഞ്ഞത്. അവിടെ പോയി അവരോട്ടൊക്കെ സംസാരിച്ചപ്പം അവരൊക്കെ പറഞ്ഞു, ഇങ്ങനെ നിൽക്കുന്ന അപ്പോൾ ഈ തൊട്ടടുത്ത വീട്ടിലെ പ്രായമുള്ള ഒരാളുണ്ടല്ലോ, അയാളും ഉണ്ട്. അപ്പോൾ അയാൾ കഥകളൊക്കെ പറഞ്ഞു വന്നു. ഇങ്ങനെ അയാൾ കണ്ടു ഈ അങ്ങ് മുൻപ് തൂങ്ങി മരിച്ച ചെറുപ്പക്കാരൻ, അയാൾ ആ ബോഡി നിന്നത് അയാൾ ഒന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ പലതും ചോദിച്ച് വന്ന വഴിയിൽ ഇവരോട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കണം, കാര്യം ഒരുപാട് പേര് വന്നിട്ട് മാറ്റാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് ഒരു വിശ്വാസമില്ലായിരുന്നു. പക്ഷെ സ്വാമിയുടെ ഈ എന്നിൽ വയ്ക്കുന്ന സ്ക്രൂ ആണ് എനിക്ക് അവിടെ നിന്ന് ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റാതെ ഞാൻ അവിടെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് മാറിക്കളയാമെന്നുള്ള ചിന്ത വരെ എൻ്റെ മനസ്സിലുണ്ടായിപ്പോയി. അങ്ങനെ ഞാനിങ്ങനെ പലതും ഇവരടുത്ത് ചോദിച്ചാൽ വന്ന വഴിയിൽ ഞാൻ ചോദിച്ചു, ഈ ശരീരത്തിൽ വന്നിട്ട് ഇത് എന്തൊക്കെയാണ് പറയുന്നത്, അപ്പോൾ നമുക്ക് എന്തെങ്കിലും അതിൽ നിന്നും ഒരു തെളിവ് കിട്ടുമല്ലോ. അപ്പോൾ അവർ പറഞ്ഞ് ഇന്നുവരെ ശരീരത്തിൽ വന്നിട്ടില്ല. ഇങ്ങനെ കാണിക്കുന്നുണ്ട് പല ലക്ഷണങ്ങളും. നമ്മൾ ഈ പൂജാതി സമയത്തിനെങ്കിലും പൂജ ചെയ്ത് പരിഹരിക്കുന്ന സമയത്തിനെങ്കിലും ഇത് വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. ആരെങ്കിലും ശരീരത്ത് വരുത്തി ഇതിപ്പം മാറാതെ വന്നപ്പോഴത്തേക്കും രണ്ടാമത് വീണ്ടും അവർ വന്നിട്ട് ഇതിനെ ശരീരത്ത് വരുത്തി ചോദിച്ചിട്ട് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടോ? രണ്ടാമത് അങ്ങനെ ആരും വന്നിട്ടുമില്ല, ആരും ശരീരത്ത് വരുത്തിയിട്ടുമില്ല. അപ്പോൾ പിന്നെ എനിക്കൊരു പിടിവള്ളി കിട്ടി. അപ്പം അതായത് മറ്റുള്ളവർക്ക് വിജയിക്കാൻ പറ്റാത്തത്, ഇതിനെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം ഇവിടെ എന്തോ ഒരു കാര്യം നമുക്ക് ഈ നമ്മൾ കേട്ടറിഞ്ഞതോ ഈ ആൾക്കാർ പറയുന്നതോ അല്ലാതെ എന്തോ ഒരു കാര്യം കൂടെ അതിനകത്തുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ പ്രത്യേകിച്ചും ചെറുപ്പക്കാരുടെ ശരീരത്തിൽ ഇത് വരുത്താൻ പാടില്ല, പക്ഷേ ഇത് രാശിയിലൊന്നും തെളിയില്ല കേട്ടോ, പിന്നെ ശരീരത്ത് വരുത്തിയേ പറ്റുള്ളൂ. ഞാൻ അവരോട് പറഞ്ഞു, ഇത് ശരീരത്ത് വരുത്തി നമുക്കിത് ചോദിച്ചിട്ട് നമുക്കിത് മാറ്റാം, ഇല്ലെങ്കിൽ ഇത് നമുക്കും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഞങ്ങളൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ ഒരുപാട് സാമ്പത്തിക ചിലവ് വരും, വെറുതെ അത് നമ്മൾ ചിലവാക്കണ്ട. ശരീരത്ത് വരുത്തി ആദ്യം ഒരു ദിവസം ഇതിനെ ശരീരത്ത് വരുത്തി നോക്കാം. വരുത്തിയതിന് ശേഷം നമുക്ക് പിന്നീട് വലിയ പൂജാതി കർമ്മങ്ങൾ കൂടി ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ശരീരത്ത് വരുത്തുന്നെങ്കിൽ പോലും അതും ഒരു 4-5 ആൾക്കാരും നമ്മളെല്ലാ സംവിധാനത്തോടും കൂടിയേക്കാണ് നിൽക്കേണ്ടത്. അപ്പോൾ അവരും പറഞ്ഞു, ഇത് എങ്ങനെയെങ്കിലും മാറണം, ഇത് ഈ തൂങ്ങി മരിച്ചവന് ഇത്രയും ശക്തിയോ എന്നൊക്കെ അവരെന്നോട് ചോദിക്കുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലും സ്വാമിയുടെ മനസ്സിലും ഞാൻ തോന്നി, എന്തോ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ടെന്ന് മനസ്സിലായിട്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് രാശി വഴി കണ്ടുപിടിക്കാൻ പറ്റില്ല, നാട്ടുകാർ പറയുന്ന ലക്ഷണങ്ങൾ വെച്ചിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് ഈ ശരീരത്തിൽ വരുന്ന ആത്മാവ് ശരീരത്ത് വന്ന് അത് തന്നെ സത്യം തുറന്നു പറഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ അത് വന്ന് പറയുന്നതെല്ലാം സത്യമാകണമെന്നില്ല. നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് പല പുളുവും ഇത് പറയും, കള്ളങ്ങളും പറയും. അങ്ങനെയും ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. എന്തായാലും നമുക്ക് മുന്നോട്ട് നീങ്ങാം എന്നുള്ള അടുത്തൊരു ദിവസം തീരുമാനിക്കുന്നു. ഞങ്ങൾ 4-5 പോറ്റുമാരും കാര്യങ്ങളൊക്കെ ഇട്ടുന്നു. അപ്പോൾ അവിടെ അവരുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്. നമ്മൾ എല്ലാവരുടെ വന്ന് നിന്നുള്ള കാര്യം ഇവൻ എങ്ങനെയുള്ളതാണെന്ന് നമുക്കറിയില്ലല്ലോ. ഇതൊക്കെ ശരീരത്ത് വന്നു പോയാൽ ഒരു മനുഷ്യൻ്റെ ബലമൊന്നും അല്ല കാണിക്കുന്നത്. നമ്മൾ 8-10 പേര് എന്നാലും അത് നമ്മൾ പുഷ്പം പോലെ എടുത്ത് ദൂരെ എറിഞ്ഞാൽ അത്രയും പ്രശ്നങ്ങളാണ്. ഒരുപാട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, ഓടിയിട്ടൊക്കെ ഉണ്ട്.
രക്ഷപ്പെട്ട ജീവൻ കൈപ്പിടിച്ചുകൊണ്ടുള്ള ഓട്ടമൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് തകർത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെയൊക്കെ ജീവിതം വരെ തകർന്നു പോയ അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പൂജയ്ക്ക് ഇരുന്നു. ഈ ശരീരത്തിൽ വിളിച്ചു വരുത്താൻ ഒരു ശ്രമമൊക്കെ നടത്തി നോക്കി. ഒരു വിധത്തിലും ഈ സാധനം ശരീരത്ത് വരുന്നില്ല. സത്യം പറഞ്ഞാൽ പണ്ടുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഒരു പഴമൊഴിയുണ്ട്, ചിങ്കിയും പമ്പരം ആടി എന്ന് പറയാം. എന്നുവെച്ചാൽ അത്ര വരെ നമ്മൾ തകർത്താടിയിട്ട് പോലും ഇത് വരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് ഇത് ശരീരത്തിന് വരുത്താൻ വേറൊരു വഴിയുണ്ട്. അത് കുറച്ച് കടുപ്പമുള്ളതും ഒക്കെയാണ്. അതിനുള്ള തയ്യാറെടുപ്പ് ഏകദേശം 1.5 മണിക്കൂറോളം തയ്യാറെടുപ്പ് വേണം. ഒരു രൂപമുണ്ടാക്കുന്നതാണ് ഒരു വാഴയിലയിൽ. ഒരു ആഹാര സാധനം കൊണ്ട് ഒരു രൂപം നമ്മൾ അതിനകത്ത് ഉണ്ടാക്കും. ആഹാര സാധനം നമ്മൾ അപ്പോഴത് റെഡിയാക്കി എടുക്കുന്നതാണ്. അപ്പം അത് റെഡിയാക്കി എടുത്തുകൊണ്ടിരുന്നു. ഒരു ചെറിയ വാഴ ഇല, മുഴുവൻ ഇല, അതായത് നമ്മളൊരു ശവശരീരം, പണ്ടുള്ള ആൾക്കാർ പറയില്ലേ ശവശരീരം ഇത് മുറിക്കാത്ത വാഴയിലയിലാണ് കിടത്തുന്നത്. അതുപോലെ ഒരു ചെറിയ വാഴയിലയിൽ നമ്മൾ നമ്മൾ കഴിക്കുന്ന ആഹാരം ആണത്. അതുകൊണ്ട് ഒരു രൂപം ഉണ്ടാക്കിയിട്ട് ഈ ശരീരത്തിലുള്ളതിനെ നമ്മൾ ഇതിലേക്ക് ആവാഹിച്ച് ഒരു ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ ഇതിന് ചെറിയ വേദന ഉണ്ടാകുകയും ഇത് ശരീരത്ത് വരികയും ചെയ്യും. അല്ലാതെ ഇത് വരില്ല. പല ആവർത്തി ഞങ്ങൾ ശ്രമിച്ചു നോക്കി. ഞാനിത് 2-3 വീഡിയോയ്ക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ശാപങ്ങൾ കിട്ടും. പക്ഷെ നമ്മുടെ ഒരു കർമ്മം ഇതായിപ്പോയി കൊണ്ട് നമുക്കിതൊക്കെ ചെയ്തേ പറ്റൂ. ചെയ്യാൻ പാടില്ല എന്നറിയാം, അത് ശപിക്കൊന്നും അറിയാം. പക്ഷേ ഇട്ടിട്ട് പോകാൻ വയ്യ. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ്. അങ്ങനെ ഒരു കർമ്മത്തിലേക്ക് ദൈവത്തിനേക്ക് വിളിച്ച് മാപ്പൊക്കെ പറഞ്ഞു. ഗുരുവിനോടൊക്കെ വിളിച്ച് അനുവാദങ്ങളൊക്കെ, മരിച്ചുപോയ ഗുരുവാണ്, അവരോടൊക്കെ അനുവാദം ചോദിച്ചു. ഇത് കർപ്പൂരമൊക്കെ വെച്ചിട്ട് ഓരോ സന്ധികളിലും ഈ രൂപത്തിൻ്റെ സന്ധിയിൽ വെച്ചിട്ട് ഓരോ സന്ധികളിലായിട്ട് നമ്മൾ മന്ത്രം ഉച്ചരിച്ചിട്ട് ഇത് കത്തിക്കണം. കത്തിച്ച് വരുമ്പോഴത് പാഞ്ഞു വരും ശരീരത്ത്, ഉറപ്പാണ്. അങ്ങനെ ഇത് വെച്ചു, കത്തിച്ചു തുടങ്ങി. ഒരു 3-4 സന്ധികളിൽ ഇത് കത്തിച്ചപ്പോഴത്തേക്ക് ശരീരത്തിൽ ഇത് വന്നു. ശരീരത്ത് വന്നിട്ട് അലർച്ചയും വിളിയും കരച്ചിലും ചിരിയും, അതായത് നവരസങ്ങളും കാണിക്കുന്നുണ്ട്. സംസാരിക്കുന്നില്ല. ഞങ്ങൾ വീണ്ടും പരിശ്രമിക്കുകയാണ്. അപ്പോൾ 2-3 സന്ധി കത്തിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വേദന, ഇതിൽ കത്തിക്കുന്ന വേദന അതിന് ആത്മാവിനെ അറിയാൻ പറ്റും. അത് കയ്യിൽ നിന്നാണ് കത്തിച്ച് തുടങ്ങി. അപ്പം അത് കയ്യൊക്കെ ഇട്ട് ഇങ്ങനെ വേദനയുണ്ട്, എന്നാലും ഇതങ്ങ് വിട്ടുകൊടുക്കുന്നില്ല. ശരി, കൃഷ്ണമണിയൊന്നും കാണാൻ പറ്റുന്നില്ല. കൃഷ്ണമണിയൊക്കെ അങ്ങ് മുകളിലോട്ട് കയറിപ്പോയൊരവസ്ഥ. അങ്ങനെ അടുത്തത് കത്തിക്കട്ടെ, എന്താണ്, നീ ആരാണെന്ന് പറയൂ, ഇവിടെ നിന്ന് വന്നു എന്ന് പറയൂ എന്തോ. അപ്പം ഇതാണ് എന്ന് എല്ലാവരും പറഞ്ഞെങ്കിലും എനിക്ക് അവസാനം സംശയം, ഇനി ഇത് തന്നെ ആയിരിക്കുമോ, അതിന് മറ്റേതെങ്കിലും കൂടെ ഉണ്ടോ. അതുകൊണ്ട് അതിനെ കൊണ്ട് തന്നെ എൻ്റെ പേര് പറയിപ്പിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ാണ് ഈ. അപ്പം അടുത്തത് 3-4 ഞാൻ കത്തിച്ചെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മ വരുന്നത്. അടുത്തത് കത്തിക്കാൻ, അതായത് ഈ ഭാഗത്തുള്ളത് കത്തിക്കാനായിട്ട് പന്തം എടുത്തപ്പോഴത്തേക്ക് അത് പറഞ്ഞ്, വേദനിപ്പിക്കരുത്, ഞാൻ സത്യം പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു പേര് പറഞ്ഞപ്പോഴത്തേക്കും ഈ തൊട്ടടുത്തുള്ള പ്രായമുള്ള ആൾ പറഞ്ഞു, അല്ല, ഇത് പേര് കള്ളമാണ് പറയുന്നത്, ഇതല്ല പേര്, അയാളല്ല എന്ന് പറഞ്ഞു. അപ്പം വീണ്ടും സംശയം. അതായത് ആത്മാവ് തൂങ്ങിച്ചത്തവൻ്റെ ആണെന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ അവൻ്റെ പേരല്ല ഈ ആത്മാവെന്ന് പറഞ്ഞത്. അപ്പോൾ ആത്മാവ് പറഞ്ഞു, ഇപ്പം എനിക്കൊന്നും അങ്ങോട്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പറ്റില്ല. ഈ കാര്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കത്തിക്കാൻ പോവാണ്, ഇനി ഓരോന്നായിട്ട് താഴേക്ക് കത്തിച്ചു വരും. സത്യം പറ, നിൻ്റെ പേര് അതല്ലെങ്കിൽ അത് തിരുത്തി പറയണമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ പേര് ഇത് തന്നെയാണ്, ഞാൻ ഇവിടെ ഉള്ളതല്ല, ഞാൻ അതായത് ഇപ്പോൾ ശരീരം അവിടെ താമസിക്കുന്നവരുടെ ബന്ധുവാണെന്നോ അതോ ഇവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നോ അത് കുടുംബ ബന്ധം അങ്ങനെ എന്തോ പറഞ്ഞു. ആ ആളായ, അതായത് ആ ബന്ധുവായ, ഇപ്പോൾ ഒരു ബാബു എന്നാണ് പേര്, അല്ലെങ്കിൽ രാജൻ എന്നാണെങ്കിൽ ആ രാജനാണ് ഞാൻ എന്നിത് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവരുടെ അച്ഛനും അമ്മയ്ക്ക് മനസ്സിലായി, ഈ ശരീരത്തിൻ്റെ ഉടമ, അതായത് ഇവരുടെ മകൻ, ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്ന തുള്ളിയിരിക്കുന്ന അവൻ കോളേജ് കാലഘട്ടത്തിൽ തുടക്കം ഇവർ ഒന്നിച്ചായിരുന്നു. അവൻ എന്തോ അസുഖം വന്നോ അങ്ങനെ എന്തോ ആണ്, അവൻ മരണപ്പെട്ടുപോയി.
ഇവർ തമ്മിൽ ഭയങ്കര ഒരു ബന്ധമായിരുന്നു. അവർ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അങ്ങനെ എന്തോ ഒരു ഏറ്റവും വലിയ ബന്ധം, വീട്ടുകാരുമായിട്ടൊരു നല്ല ബന്ധമായിരുന്നു. അപ്പോൾ ഈ പേര് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി. പിന്നെ അത് വിളിച്ചു കാര്യങ്ങൾ ചോദിച്ചു, അതിനെ പൂർണ്ണമായി ഒഴിവാക്കി കൊടുത്തു. പിന്നീടാണ് നമുക്കത് മനസ്സിലാകുന്നത്, ഈ വീട്ടിൽ ഈ മുറിയിൽ തൂങ്ങിച്ചത്തവൻ്റെ ആത്മാവൊന്നും അല്ല, അത് എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. ഈ മുൻപ് താമസിക്കുന്ന ആരോഗ്യം അത് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അവരൊക്കെ ഒഴിഞ്ഞുപോയി. അങ്ങനെയാണ് ഇവരൊന്ന് വാങ്ങിച്ചത്. ഇവർ വാങ്ങിച്ചതിന് ശേഷം ഈ ചെറുപ്പക്കാരൻ വന്നപ്പോൾ എല്ലാവരും അതാണെന്ന് വിചാരിച്ചു. പക്ഷേ അതല്ലായിരുന്നു. ഇവൻ്റെ ഏറ്റവും അടുത്തൊരു ബന്ധുവോ ആത്മസുഹൃത്തുമാണ്, വീടുമായിട്ട് അത്ര ബന്ധമുണ്ടായിരുന്നു. ആ പേര് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് പെട്ടെന്ന് മനസ്സിലായി, അത്ര ബന്ധമുണ്ടായിരുന്നു അയാൾ. അതിനുശേഷം വർഷങ്ങളായി. കോളേജിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ എന്താണ് അസുഖം വന്നെന്തോണ് ആ പയ്യൻ മരിച്ചു പോയത്. അങ്ങനെ ആ മരണത്തോടുകൂടി ഈ ചെറുപ്പക്കാരൻ അന്ന് ഒരുപാട് വിഷമത്തിലായിരുന്നു. എത്രയോ നാൾ കഴിഞ്ഞു ആ വിഷമത്തിൽ നിന്നൊക്കെ തിരിച്ചു വരാനായിട്ട്. ആ മരിച്ചു നിന്ന ആ ചെറുപ്പക്കാരൻ്റെ, അതായത് സഹപാഠിയുടെ ആത്മാവായിരുന്നു ഈ ശരീരത്ത് വന്നിട്ട് ഇത്രയും ബഹളങ്ങളും അവൻ്റെ ജീവിതത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുകളും ഇവനോടൊപ്പം കൂടിയതും. പക്ഷേ എല്ലാവരും വിചാരിച്ചു ഈ പറഞ്ഞ ആ വീട്ടിൽ മരണപ്പെട്ടു പോയ തൂങ്ങി മരിച്ച ഈ ആത്മാവാണ് എന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരുന്നത്. പക്ഷെ അത് ഞാനും അങ്ങനെയാണ് ചിന്തിച്ച കാര്യം. നമ്മൾ ചെല്ലുമ്പോൾ അവർ കാര്യം പറഞ്ഞു തരില്ല, ഇന്ന പ്രേതമാണ്, ഇങ്ങനെ ഒന്ന് എങ്ങനെയെങ്കിലും ഇതിനെ പിടിച്ച് തോളിക്കൈയിട്ടുണ്ട് പോണേന്നല്ലേ പറയുന്നത്. ഇത് സന്ദർഭവശാൽ എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞു ഈ അവസ്ഥയിൽ വന്നെത്തി എന്നുള്ളതാണ്. എന്നെ പൂർണ്ണമായും മാറ്റി. അതിനുശേഷം അവന് ജോലിയൊക്കെ കിട്ടി, വീണ്ടും അവൻ പഠിച്ചു, ജോലിയൊക്കെ കിട്ടി, അവൻ നന്നായി മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രേതങ്ങളെന്ന് വെച്ചാൽ നമ്മൾ കാണുന്നതോ കേൾക്കുന്നതോ ഒന്നുമല്ല, അതിനൊരുപാട് നിഗൂഢതകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് ഞാൻ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇന്ത്യ മൊത്തവും ഞാൻ ഈ പ്രേതത്തിനെ പിടിക്കാൻ പോകുന്നുണ്ട്. പലരും മറ്റു ജില്ലകളിൽ അവിടെ ഇവിടെ എന്നെ കാണുമ്പോഴത്തേക്ക് ഓടി വന്നിട്ട് അയ്യോ പ്രേതം പിടിക്കാൻ പോകുന്ന സാറല്ല എന്നാണ് ചോദിക്കുന്നത്. ഈ ഇടയ്ക്ക് ഞാനൊരു ക്ഷേത്രത്തിൽ ഒരു വലിയ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു തേര് വിളക്കൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരടുത്തും അവിടെയുള്ളവരൊക്കെ ഒന്ന് ചോദിച്ചു, മറ്റേ പ്രേതത്തിനെ പിടിക്കാൻ പോകുന്ന സാറല്ല എന്നാണ് ചോദിക്കുന്നത്. ഞാനൊരു പോറ്റിയാണെന്നോ ഒരു തിരുമേനിയാണെന്നോ തന്ത്രിയാണെന്നോ ഒന്നും അല്ല ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത്. ഇങ്ങനൊരു പ്രേതം പിടിക്കാൻ ഉള്ള ആളല്ലേ എന്നുള്ള ചോദ്യമാണ്. ശരിക്കും കേൾക്കുമ്പോൾ എല്ലാവർക്കും അതൊരു സുഖമാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടതകൾ ഞങ്ങളെപ്പോലുള്ള, ഞാൻ മാത്രമല്ല, ഇങ്ങനെ ഇതിൻ്റെ പുറകെ പോകുന്നവർക്ക്, ഈ ആത്മാവിനെ പിടിക്കാൻ പോകുന്നവർക്ക് അനുഭവിക്കേണ്ടി വരും. അതിനെക്കുറിച്ച് ഞാൻ ഒരു 1-2 എപ്പിസോഡിന് മുമ്പ് ഞാനത് ചെയ്തിട്ടുണ്ട്. ഞാനത് ചെയ്യാൻ കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, ഞങ്ങളും കൂടി വരട്ടെ, പ്രേതത്തിന് പിടിക്കാൻ ഞങ്ങളും കൂടി വരട്ടെ, ഞങ്ങൾക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊക്കെ എടുത്ത് ചാടിപ്പോയാൽ വലിയ ദുരിതമാണ്. നമുക്ക് പിന്നെ തിരിച്ചു കയറാനൊന്നും പറ്റില്ല. ഒരു മൂച്ചിൽ അങ്ങോട്ട് ചാടിയാൽ 100 മൂച്ചിന് തിരിച്ച് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരവസ്ഥയാണ് ഇതിനകത്ത്. അപ്പോൾ പ്രേതങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ നിഗൂഢതകളാണ്. അതിനെ പിടിക്കാൻ പോകുമ്പോൾ പോലും എന്തിനാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത്? ചുമ്മാ ഇരിക്കുന്നതിന് നമ്മൾ പിടിക്കണ്ട. പക്ഷേ അതൊരു മനുഷ്യ ശരീരത്തിലേക്ക് വന്നിട്ട് ആ മനുഷ്യൻ്റെ ജീവന് ആപത്തായി വരുന്നു, അപകടമായി വരുന്നു, അവൻ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും മരണപ്പെട്ടു പോകുന്ന ഒരവസ്ഥ വരുമ്പോൾ, അത് രോഗമല്ല എന്നും മനസ്സിലാക്കി കഴിയുമ്പോൾ മാത്രമേ ഞാൻ ഇടപെടാറുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്കതിനെ പോയി രക്ഷപ്പെടുത്തി വരിക നമ്മുടെ ഒരു കർമ്മമാണ്. നമുക്ക് പൈസ കിട്ടും, ആവശ്യത്തിൽ കൂടുതൽ പൈസ കിട്ടും, പക്ഷേ നമ്മുടെ ഒരു കർമ്മമാണ്. അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ട്. ഞാനീ പറഞ്ഞ സംഭവം അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ അതുപോലെ പ്രേതബാധ ദോഷങ്ങളോ സർപ്പദോഷങ്ങളോ ശത്രുദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ അവിടെ നേരിട്ട് വന്നാൽ മാത്രമേ, ആ ഭൂമിയിൽ വന്നാൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം. അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് വന്ന് അറിയാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്താണ് വരേണ്ടത്. അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനം ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.